ബോയ്സ് വാട്സാപ്പ്. അപ്പോൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് തന്നു ഈ വണ്ടിയുടെ ഔട്ട്ലുക്കും ഇൻസൈഡൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. എനിക്കും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള വണ്ടി തന്നെയാണിത്. കാരണം ഞാൻ കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഈ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും ഞാൻ ഈ വണ്ടിയുടെ ഔട്ട്ലുക്ക് ഇൻസൈഡും കാണിച്ചു തരാം. ഇത് ഗോൾഫ് GTI MK7 ആണ്. എൻ്റെ ആദ്യം ഉണ്ടായിരുന്നത് MK5 ആയിരുന്നു. പിന്നെ അതിനുശേഷം MK6 എടുക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു, നടന്നില്ല. പിന്നെ അതിൻ്റെ ശേഷം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. എനിവേ അത് വിട്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ എനിക്ക് കിട്ടി എൻ്റെ ഗോൾഫ് MK7. എന്തായാലും ഇതിൻ്റെ വീഡിയോസ് അല്ലാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇൻട്രസ്റ്റിംഗ് കാര്യം എനിക്ക് പേഴ്സണലി. പിന്നെ ഇതിലും ഞാൻ കുറേ കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അല്ല അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലാഗായിരിക്കും. ഇനി എന്തായാലും ഞാൻ വണ്ടിയുടെ കുറച്ച് വീഡിയോസ് എല്ലാം കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടി വരുന്നത്. ഔട്ട്ലുക്ക് ഇത് സ്റ്റോക്കാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇത് കമ്പനി അലോയാണ് കിടക്കുന്നത് എന്നുള്ള. പിന്നെ ഫുൾ ബ്ലാക്ക് ഫ്രണ്ട് ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഡബിൾ എക്സോസ്റ്റ് വരുന്നത് തന്നെ. ഇതാണ് ഉള്ളു പറഞ്ഞ ജിറ്റിയുടെ. ഫ്രണ്ട് ലുക്കും ഇത് ബോണറ്റ് ഓപ്പൺ ആക്കി. ഇതൊന്നും അധികമൊന്നും കാണാൻ പറ്റില്ല, ഫുൾ കവറിങ് ആണ്. ജസ്റ്റ് ഓയിൽ നോക്കാനും വാട്ടർ ലെവലും ഇതൊക്കെ നോക്കാനേ നമുക്ക് പറ്റുള്ളൂ. ബാക്കിയൊക്കെ എല്ലാം സിസ്റ്റത്തിൽ കാണിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത സ്പോട്ടായിരുന്നു ഇത്. ഇങ്ങനെ ഈ ഇത് കണ്ടപ്പോൾ പുറകിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീട്ടിലോട്ട് നോക്കിയപ്പോൾ സാധനങ്ങളുണ്ടെങ്കിൽ ഇവിടെ MK8 ഗോൾഫ് 6 ആണ്. വേറെ മൂടാവട്ട വണ്ടി. ഞാൻ ഈ വണ്ടിയുടെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് എൻ്റെ രസം ഉണ്ടാകുന്ന കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഫോൺ തിരിച്ചോണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീട് എടുക്കുന്നുണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ 2 വണ്ടി എടുക്കുന്നുണ്ട്. ഒന്ന് GL എടുക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് ഗോൾഫ് MK8, അതായത് 2014 തോന്നുന്നു എടുക്കുന്നത്. എൻ്റെ പൊന്നെ വണ്ടി എന്ന് പറയുന്നത് വേറെ ലൈറ്റ്. അതായത് ഗോൾഫ് സെയിം കമ്പനി തന്നെയാണ്, പക്ഷെ ഇതിൽ ടോപ്പ്. അതായത് എല്ലിയേട്ടെന്നൊക്കെ പറയില്ലേ, അത് വേറെ. അതായത് മറ്റേ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടിയല്ല, ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കിട്ടില്ല വണ്ടി. ഞാൻ കുറേ ട്രൈ ചെയ്തതാണ്. ഒരു MK7 കണ്ടിട്ട് ഞാൻ പോയിച്ചാൽ അത്യാവശ്യം കിലോമീറ്റർ ഉള്ളതുകൊണ്ട്. കാരണം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് വണ്ടികളും ജപ്പാൻ എന്ന് പറഞ്ഞ വണ്ടികളാണ്. അപ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. പക്ഷേ ന്യൂസിലാൻഡ് ന്യൂ ആയിട്ടാണ് കൊടുക്കുക അവർ. പക്ഷേ ഞാനത് നോക്കിക്കൊണ്ട് 1:35 ഓടി. ഞാൻ ഇടാം വീഡിയോ വേണമെങ്കിൽ ഇതിലിടാം, അത് വേണമെങ്കിൽ ഇടാം. എനിവേ അപ്പോൾ ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് മനസ്സിലായി ഗോൾഫ് 6 ഇത്രയും നമ്മൾ എന്താ പറയുക, എന്തൊക്കെ ഇങ്ങനെ പറയാന്നില്ല, അത്രയും ബ്യൂട്ടിയാണ് അളിയാ വണ്ടി. വേറെ മൂഡ് തന്നെ, വേറെ മൂഡ്. അപ്പോൾ അത് പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷെ നമ്മളെ കൊണ്ട് താങ്ങാൻ വെച്ചാൽ താങ്ങും. പക്ഷേ അത് ഭയങ്കര ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ വണ്ടി, താങ്ങാനും എല്ലാം കൂടെ. ഇത് ഒട്ടും കുറവുണ്ടായിട്ടൊന്നുമല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെയാണ്. പക്ഷേ അതിനേക്കാളും ചേട്ടനും അനിയനുള്ളൊരു ബന്ധം എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഇതിരിക്കും അത്. പക്ഷെ എൻ്റെ തന്നെ ഇപ്പോഴും ചേട്ടനൊക്കെ റെസ്പെക്റ്റ് കൊടുക്കണില്ല. നമ്മൾ ആ സംഭവം റെസ്പെക്റ്റ് നമ്മൾ വണ്ടി കാണുമ്പോൾ കൊടുക്കും ഈ വണ്ടിക്കാർ. അത്ര ഇതാണ്. പക്ഷെ ഞാൻ വേറെ കാര്യമുണ്ട്, ചേട്ടനായ വളരും, അനിയൻ ചേട്ടനോടത്തോളം വളരും. അതേപോലെ വളർത്തി ഞാൻ ഈ വണ്ടി. അതെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. എനിവേ എന്തായാലും ബൈ ഗായ്സ്, ബൈ.